Hello, welcome to Fluid Mechanics Part 2 video. First question നോക്കാം. A rectangular open channel carries a flow of 2 meter cube per second per meter. What is the value of minimum specific energy? Okay, അപ്പോൾ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. അതായത് 2 meter cube per second per meter എന്ന് പറയുന്നത് സ്മോൾ ക്യൂ ആണ്. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് മിനിമം സ്പെസിഫിക് എനർജിയാണ്. For a rectangular open channel, minimum specific energy എന്ന് പറയുന്നത് 1.5 times critical depth ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് Q²/G the whole raised to 1/3 for a rectangular channel. ഇപ്പോൾ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 2 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് 2² ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി the whole raised to 1/3 which is equal to 0.471. അപ്പോൾ മിനിമം സ്പെസിഫിക് എനർജി ഫോർ എ റെക്ടാങ്കിൾ is 1.5 times critical depth which is equal to 1.11 meter. Option D. Option B ആണ് വരുന്നത് 1.11 meter. Second question. The velocity distribution at any section of a pipe for steady laminar flow is. Options linear, exponential, parabola and constant. For flow through the circular pipe, laminar flow ആണെങ്കിൽ Reynolds number will be less than 2000. അതേസമയം Reynolds number if it is between 2000 and 4000 it is called transition flow, and if the Reynolds number is greater than 4000 അതിനെ നമ്മൾ turbulent flow എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറ്റ് എനി സെക്ഷൻ ഓഫ് ദ പൈപ്പ് ഫോർ സ്റ്റഡി ലാമിനാർ ഫ്ലോ ആണ്. അപ്പോൾ ആ കേസിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പാരബോളിക് ആയിരിക്കും with minimum value at the surface of pipe, whereas shear stress distribution will be linear with maximum value at the pipe surface. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് പാരബോള. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഓപ്ഷൻ എ ലീനിയർ വന്നേനെ. അപ്പോൾ നമുക്ക് ലാമിനാർ ഫ്ലോയുടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഇൻ ദ കേസ് ഓഫ് പൈപ്പ് ഫ്ലോ, ഫോർ പൈപ്പ് ഫ്ലോ ലാമിനാർ ഫ്ലോ കേസ് വരുമ്പോൾ അവിടെ വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് P/x പ്രഷർ ഗ്രേഡിയൻ ഇൻറ്റു R/2 ആണ്. വേർ R ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ്. ഇനി വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/4 mu P/x ഇൻറ്റു ക്യാപിറ്റൽ R സ്ക്വയർ മൈനസ് സ്മോൾ r സ്ക്വയർ. മ്യൂ ഇസ് ദ ഡൈനാമിക് വിസ്കോസിറ്റി, ക്യാപിറ്റൽ R ഇസ് എ റേഡിയസ് ഓഫ് പൈപ്പ് ആൻഡ് സ്മോൾ r ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് പൈപ്പ്. അപ്പോൾ അറ്റ് ദ സെൻറ്റർ നമ്മുടെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. അതായത് സ്മോൾ ആർ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ യു മാക്സ് ഇസ് ഈക്വൽ ടു 1/4 mu ഇൻറ്റു P/x ഇൻറ്റു ക്യാപിറ്റൽ R സ്ക്വയർ. ഫോർ ലാമിനാർ ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പ് യു മാക്സ് ബൈ യു ആവറേജ് വിൽ ബി ഈക്വൽ ടു 2. ലാമിനാർ ഫ്ലോയിനെ നമ്മൾ വിസ്കസ് ഫ്ലോ എന്നും പറയുന്നുണ്ട്. ഇനി ഇൻ ദ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹേഗൻ-പോയ്സലി ഇക്വേഷൻ വെച്ചിട്ടാണ്. ഹേഗൻ-പോയ്സലി ഇക്വേഷൻ 32 mu ഇൻറ്റു U average into length by rho g into d square where d is a diameter. അപ്പോൾ ഇതിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആവറേജ് വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആവറേജ് വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ. ഇനി ടർബുലൻറ്റ് ഫ്ലോ വരുന്ന കേസ് നോക്കാം. ഇൻ പൈപ്പ് ഫ്ലോ ടർബുലൻറ്റ് ഫ്ലോ ഒക്കർ ചെയ്യുന്നത് വെൻ Reynolds നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 4000. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്നത് ഡാർസി-വെയ്സ്ബാച്ച് ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് 4FLV²/2GD എന്ന് വരുന്നു. ഇവിടെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി സ്ക്വയർ. മാത്രമല്ല ഫോർ എ ടർബുലൻറ്റ് ഫ്ലോ ആണ് ചോദിച്ചതെങ്കിൽ അവിടെ വരുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾവേസ് ലോഗരിതമിക്, whereas the shear stress distribution is same as that of the case of laminar flow, അതായത് ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഇൻ ഫ്ലോ ത്രൂ പൈപ്പ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ അണ്ടർ ദ കണ്ടീഷൻ ഓഫ് മാക്സിമം പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പോൾ പവർ ട്രാൻസ്മിഷൻ ത്രൂ പൈപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്, സെക്കൻഡ് വൺ ഹെഡ് അവൈലബിൾ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓർ അറ്റ് ദ എൻഡ്. ഹെഡ് അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ക്യാപിറ്റൽ H മൈനസ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ഇനി പവറിൻ്റെ ഫോർമുല അറ്റ് ദ ഔട്ട്ലെറ്റ് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി ക്യൂ ഇൻറ്റു H എന്നാണ് വരുന്നത്. H എന്ന് പറയുന്നത് ഇവിടെ ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു H മൈനസ് HF.
വെറാസ് പവർ അറ്റ് ദ ഇൻലെറ്റ് എന്ന് പറയുന്നത് റോ ജി ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഔട്ട്ലെറ്റ് പവർ ബൈ ഇൻലെറ്റ് പവർ ആണ്. അതായത് റോ ജി ക്യൂ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എഫ് ബൈ റോ ജി ക്യൂ ഇൻറ്റു എച്ച്. അപ്പോൾ എഫിഷ്യൻസി എച്ച് മൈനസ് എച്ച് എഫ് ബൈ ക്യാപിറ്റൽ എച്ച് എന്ന് വരുന്നു. ഇനി എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ അണ്ടർ ദ കണ്ടീഷൻ ഓഫ് മാക്സിമം പവർ ട്രാൻസ്മിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ മാക്സിമം പവർ ട്രാൻസ്മിഷൻ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഡിവൈഡഡ് ബൈ 3 ആയിരിക്കണം. അതായത് എഫിഷ്യൻസി ഈസ് എച്ച് മൈനസ് എച്ച് എഫിന് നമുക്ക് ഹെഡ് ബൈ 3 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 66.67% എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. Fourth question. The model of the reservoir is emptied in 10 minutes. If the model scale is 1:25, the time taken by the prototype to empty itself would be. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് കൊടുത്തിരിക്കുന്നത് ടൈം ടേക്കൺ ബൈ ദ മോഡൽ കൊടുത്തിട്ടുണ്ട്. മോഡൽ സ്കെയിൽ അതായത് ലെങ്ത് റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് റേഷ്യോ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മോഡൽ ബൈ ലെങ്ത് ഓഫ് പ്രോട്ടോടൈപ്പ്. നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് ടൈം ടേക്കൺ ബൈ പ്രോട്ടോടൈപ്പ് ആണ്. ടൈം ടേക്കൺ ബൈ മോഡൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം ടേക്കൺ ബൈ മോഡൽ ടു ടൈം ടേക്കൺ ബൈ പ്രോട്ടോടൈപ്പിനെയാണ് നമ്മൾ ടൈം റേഷ്യോ എന്ന് പറയുന്നത്. ടൈം റേഷ്യോ ഈസ് ഈക്വൽ ടു ടൈം റേഷ്യോ ലെങ്ത് റേഷ്യോ തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ടൈം റേഷ്യോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ. ലെങ്ത് റേഷ്യോ ഈസ് 1/25. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടൈം ടേക്കൺ ബൈ മോഡൽ 10 minutes ബൈ ടൈം ടേക്കൺ ബൈ പ്രോട്ടോടൈപ്പ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ 1/25. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടൈം ടേക്കൺ ബൈ പ്രോട്ടോടൈപ്പ് 10 × 5 50 minutes എന്ന് കിട്ടുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 50 minutes. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതായത് ഫ്രോഡ്സ് മോഡലിലും എന്താണെന്ന് നോക്കാം. ഫ്രോഡ്സ് നമ്പർ ഇസ് ദ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ റൂട്ട് ഓഫ് ജി ഡി എന്ന് വരുന്നു. ഫ്രോഡ്സ് നമ്പർ ഓഫ് മോഡൽ വിൽ ബി ഈക്വൽ ടു ഫ്രോഡ്സ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് മോഡൽ ബൈ റൂട്ട് ഓഫ് ജി ഇൻറ്റു ലെങ്ത് ഓഫ് മോഡൽ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പ്രോട്ടോടൈപ്പ് ബൈ റൂട്ട് ഓഫ് ജി ഇൻറ്റു ലെങ്ത് ഓഫ് പ്രോട്ടോടൈപ്പ് എന്ന് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് ദ മോഡൽ ബൈ വെലോസിറ്റി ഓഫ് പ്രോട്ടോടൈപ്പ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലെങ്ത് ഓഫ് മോഡൽ ബൈ ലെങ്ത് ഓഫ് പ്രോട്ടോടൈപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി സ്കെയിൽ റേഷ്യോ ആണ് കിട്ടുന്നത്. അതായത് വെലോസിറ്റി സ്കെയിൽ റേഷ്യോ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ടൈം റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ നമുക്ക് വെലോസിറ്റി റേഷ്യോനെ റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടൈം റേഷ്യോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ എന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. അടുത്തത് ആക്സിലറേഷൻ സ്കെയിൽ റേഷ്യോ നോക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ ആണ് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ ബൈ ടൈം റേഷ്യോ. അപ്പോൾ ടൈം റേഷ്യോയും റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ ആണെന്ന് കുറച്ച് മുന്നേ ഡിറൈവ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ആക്സിലറേഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ലെങ്ത് റേഷ്യോ ബൈ റൂട്ട് ലെങ്ത് റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം ഫോഴ്സ് സ്കെയിൽ റേഷ്യോ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്ന മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ മാസിനെ നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. അതിൽ നിന്ന് ഡെൻസിറ്റി പക്ഷേ ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഡെൻസിറ്റി സ്കെയിൽ റേഷ്യോ ഇസ് 1. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് റേഷ്യോയുടെ ക്യൂബായിട്ട് എഴുതാം. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിനെ നമുക്ക് വോളിയം ഡെൻസിറ്റി ഇൻറ്റു വോളിയം, അപ്പോൾ വോളിയം ലെങ്ത് റേഷ്യോ ക്യൂബ് എന്ന് വരും. ഇൻറ്റു ആക്സിലറേഷൻ റേഷ്യോ കുറച്ച് മുന്നേ നമുക്ക് 1 എന്ന് കിട്ടി. സോ ഫോഴ്സ് സ്കെയിൽ റേഷ്യോ എന്ന് പറയുന്നത് ലെങ്ത് റേഷ്യോയുടെ ഹോൾ ക്യൂബ് എന്ന് കിട്ടുന്നു. അടുത്തത് എനർജി സ്കെയിൽ റേഷ്യോ. എനർജി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സ് സ്കെയിൽ റേഷ്യോ നമുക്ക് LR ക്യൂബ് എന്ന് കിട്ടി ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് LR ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എനർജി സ്കെയിൽ റേഷ്യോ LR⁴ എന്ന് കിട്ടുന്നു. ഇനി
മൊമെൻറ്റം സ്കെയിൽ റേഷ്യോ നോക്കാം. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് നമ്മൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്തപ്പോൾ LR ക്യൂബ് എന്ന് വരുന്നു. ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ലെങ്ത് റേഷ്യോ ആണ്, നമുക്ക് നേരത്തെ ഡിറൈവ് ചെയ്ത് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മൊമെൻറ്റം സ്കെയിൽ റേഷ്യോ എന്ന് പറയുന്ന ലെങ്ത് റേഷ്യോ റേസ് ടു 5/2 എന്ന് കിട്ടുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ പവർ സ്കെയിൽ റേഷ്യോ നോക്കാം. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫോഴ്സ് സ്കെയിൽ റേഷ്യോ നേരത്തെ LR ക്യൂബ് എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ LR ക്യൂബ് ഇൻറ്റു റൂട്ട് ഇൻറ്റു LR വിച്ച് ഈസ് ഈക്വൽ ടു LR റേസ് ടു 7/2 എന്നാണ് കിട്ടുന്നത്. 5th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ മൗണ്ടൻ ഇഫ് ദ പ്രഷർ മെഷേർഡ് അറ്റ് ദ ബേസ് ആൻഡ് ദ ടോപ്പ് ആർ 74 centimeters and 60 centimeter of mercury respectively. The specific weight of air is 11.97 Newton per meter cube. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ മൗണ്ടൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഓഫ് എയർ ക്വസ്റ്റ്യനിൽ 11.97 എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം ആണ്. അതിനെ ഡെൻസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി ഓഫ് എയർ കിട്ടുന്നു വിച്ച് ഈസ് ഈക്വൽ ടു 1.22 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്നത് 74 centimeter minus 60 which is equal to 14 centimeter. To find out the height of the mountain നമുക്ക് പ്രഷർ ഡിഫറൻസ് ഡ്യൂ ടു എയർ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഹൈറ്റ് ഓഫ് ദ മൗണ്ടൻ കിട്ടും. പ്രഷർ ഡിഫറൻസ് ഡ്യൂ ടു എയർ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് പ്രഷർ ഡിഫറൻസ് ഡ്യൂ ടു മെർക്കുറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്രഷർ ഡിഫറൻസ് ഡ്യൂ ടു എയർ ഇസ് ഈക്വൽ ടു ρgh, അതായത് ഡെൻസിറ്റി ഓഫ് എയർ ഇൻറ്റു G ഇൻറ്റു H. H എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് മൗണ്ടൻ ആണ്, which is equal to density of mercury into acceleration due to gravity into H. H എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം വിച്ച് ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. അതിന് നമ്മൾ 0.14 മീറ്ററിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 13.6 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡെൻസിറ്റി ഓഫ് മെർക്കുറി കിട്ടുന്നു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ മൗണ്ടൻ ഇസ് ഈക്വൽ ടു 1560 മീറ്റർ എന്ന് കിട്ടുന്നു. അതായത് ഓപ്ഷൻ ഡി 1560 മീറ്റർ. 6th question. A stable submerged body has option A center of gravity below center of buoyancy, center of gravity below metacenter, center of gravity above the center of buoyancy and center of gravity above metacenter. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ബോഡീസ് നോക്കാം. ഫസ്റ്റ് വൺ സബ്മേർജ് ബോഡീസ്. അപ്പോൾ സബ്മേർജ് ബോഡീസിലെ കേസിൽ ദ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം വെൻ the center of buoyancy is above the center of gravity. It is said to be in unstable equilibrium when the center of gravity is above the center of buoyancy. When both the points are the same, then അതിനെ നമ്മൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഇനി ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കേസിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യുന്നത് വെൻ മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കേസിൽ നമ്മളൊരു ടിൽറ്റ് കൊടുക്കുമ്പം മെറ്റാസെൻറ്റർ പോയിൻ്റ് അബൌട്ട് വിച്ച് ദ ബോഡി ഓസിലേറ്റ്സിനെയാണ് നമ്മൾ ആ പോയിൻറ്റിനെയാണ് മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാസെൻറ്റർ ഈസ് എബവ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. whereas if the center of gravity is above the metacenter then that is unstable equilibrium. when both are at the same point അതിനെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ അഡീഷണൽ നോളേജിനായിട്ട് ഓസിലേഷൻ ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ ടൈം പീരീഡിൻ്റെ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π√k² ബൈ മെറ്റാസെൻട്രിക് ഹൈറ്റ് gm ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വേർ k എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് സ്റ്റേബിൾ സബ്മേർജ് ബോഡി, അതായത് ഫസ്റ്റ് കേസിൽ സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യുന്നത് വെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് ബിലോ ദ സെൻറ്റർ ഓഫ് ബോയൻസി. അതേസമയം ഓപ്ഷൻ സി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എബവ് ദ സെൻറ്റർ ഓഫ് ബോയൻസി ആണ്. ആ കേസിൽ അൺസ്റ്റേബിൾ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ മെറ്റാസെൻറ്ററിൻ്റെ കേസ് വരുന്നത് ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കേസിൽ മാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് ബിലോ ദ സെൻറ്റർ ഓഫ് ബോയൻസി ആണെങ്കിൽ ദ സബ്മേർജ്ഡ് ബോഡി വിൽ ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. 7th question. The pressure at the point 4 meter below the free surface of water. അപ്പോൾ നമുക്ക് നോക്കാം. പ്രഷർ ρgh ആണ്,
അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ ഡെൻസിറ്റി ഈസ് 1000 kg/m³ ഇൻറ്റു 9.81 ഇൻറ്റു H ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ കൊടുത്തിട്ടുണ്ട് 4 മീറ്ററാണ്. അപ്പോൾ ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 39240 പാസ്കൽ വിച്ച് ഈസ് ഈക്വൽ ടു 39.24 kPa എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് 39.24 kPa. Question number 8. When the Mach number is more than 6, the flow of fluid is called subsonic, sonic, supersonic, hypersonic. നോക്കാം എന്താണ് മാച്ച് നമ്പർ. മാച്ച് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു ഇലാസ്റ്റിക് ഫോഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ റൂട്ട് ഓഫ് കെ ബൈ ഗാമ. ഇവിടെ കെ എന്ന് പറയുന്ന ബൾക്ക് മോഡുലസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ആണ്, ഗാമ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി. ഇനി വെൻ മാച്ച് നമ്പർ ഈസ് ലെസ് ദാൻ 1 അതിനെ നമ്മൾ സബ്സോണിക് കേസ് എന്ന് പറയും. മാച്ച് നമ്പർ ഈസ് ഈക്വൽ ടു 1 ഇറ്റ് ഇസ് നോൺ ആസ് ട്രാൻസോണിക്. മാച്ച് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇറ്റ് ഇസ് നോൺ ആസ് സൂപ്പർസോണിക്. ആൻഡ് മാച്ച് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർസോണിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെൻ ദ മാച്ച് നമ്പർ ഈസ് മോർ ദാൻ 6 ദ ഫ്ലോ ഈസ് കോൾഡ്. ആ കേസ് മാച്ച് നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആ ഒരു ലിസ്റ്റിൽ വരും, അതായത് ഹൈപ്പർസോണിക് ഫ്ലോ ആണ്. Okay, question number 9. Water flow in a large size pipe for large flow rate can be measured using notches, elbow meter, orifice and venturi meter. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വെഞ്ചുറി മീറ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ റേറ്റ് ഓഫ് ഫ്ലോ ഫോർ ലാർജ് ഡയമീറ്റർ പൈപ്സ് ആൻഡ് ലാർജ് ഡിസ്ചാർജ്. അപ്പോൾ വെഞ്ചുറി മീറ്ററിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 പാർട്സ് ആണുള്ളത്, കൺവേർജിങ്, ത്രോട്ട് സെക്ഷൻ ആൻഡ് ഡൈവേർജിങ് പാർട്ട്. ഇപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ സെക്ഷൻ 1.1 സെക്ഷൻ 2.2 അപ്ലൈ ചെയ്തു. സെക്ഷൻ 1.1 എന്ന് പറയുന്നത് അറ്റ് ഇൻലെറ്റ് പോർഷൻ ആൻഡ് സെക്ഷൻ 2.2 എന്ന് പറയുന്നത് അറ്റ് ത്രോട്ട് സെക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് കിട്ടുന്നു. ദാറ്റ് ഈസ് P1 മൈനസ് P2 ബൈ 2G റോ G ഈസ് ഈക്വൽ ടു V2² മൈനസ് V1² ബൈ 2G. Q തിയറട്ടിക്കൽ എന്ന് പറയുന്നത് for a venturi meter is A1 A2 root 2GH divided by root of A1 square minus A2 square. A1 is the area of the pipe at the inlet. A2 is the area of the pipe at the throat portion. അതിൽ നിന്ന് നമുക്ക് Q theoretical കിട്ടി. ഇനി Q actual is equal to coefficient of discharge into Q theoretical. ഒരു വെഞ്ചുറി മീറ്ററിൻ്റെ കേസിൽ coefficient of discharge is about 0.98. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് Q actual കിട്ടുന്നു, CD into Q theoretical. For a venturi meter, the throat diameter is usually 1/3 to 1/2 times pipe diameter at the inlet. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ഡൈവേർജിങ് സോൺ എന്ന് പറയുമ്പോൾ 3 to 4 times ലെങ്ത് ഓഫ് കൺവേർജിങ് പാർട്ടാണ് കൊടുക്കാറ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ബ്രേക്കിംഗ് അവേ ഓഫ് ജെറ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലാർജ് സൈസ് പൈപ്പ് ഫോർ ലാർജ് ഫ്ലോ റേറ്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ്. അത് വെഞ്ചുറി മീറ്ററാണ് യൂസ് ചെയ്യുന്നത് ഫോർ ലാർജ് ഡിസ്ചാർജ് ആൻഡ് ലാർജ് സൈസ് പൈപ്പ്. ഇനി ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യത്തെ നോച്ചസ് ആണ്. നോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഡിസ്ചാർജ് ഓഫ് ദ ലിക്വിഡ് ത്രൂ സ്മോൾ ചാനൽ ഓർ ടാങ്ക്. അടുത്തത് എൽബോ മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ റേറ്റ് ഓഫ് ഫ്ലോ ബൈ ഡിറ്റർമൈനിങ് ഡിഫറൻഷ്യൽ പ്രഷർ ഡെവലപ്പ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയസ് ഓഫ് ദ എൽബോ. ഇനി ഒറിഫിസ് മീറ്റർ ഇസ് ഓൾസോ യൂസ് ടു മെഷർ ഡിസ്ചാർജ്. പക്ഷേ കോയിഷൻ ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു 0.6 to 0.7 റേഞ്ചേ ഉണ്ടാകത്തുള്ളൂ ആൻഡ് ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ദാറ്റ് ഓഫ് വെഞ്ചുറി മീറ്റർ. 10th question. Equation used for experimental measurement of viscosity is ഓപ്ഷൻ ഡി ആണ്. ഹേഗൻ പോയ്സൽ ഇക്വേഷൻ ആണ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് വിസ്കോസിറ്റിക്ക് യൂസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ യൂസ്ഫുള്ളായി തോന്നിയവർ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.